ഹായ് നമസ്കാരം, ഞാൻ രശ്മിയാണ്. പാലപ്പത്തിന്റെ, ഇടിയപ്പത്തിന്റെ, അതുപോലെ ചപ്പാത്തിന്റെയും ബ്രെഡിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു ചിക്കൻ സ്റ്റൂവിന്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് ചിക്കൻ സ്റ്റൂ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയിട്ട് വരാം. അപ്പോൾ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഒരു 5 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ തൊലി ഒന്ന് ചതക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ അതിന്റെ ഫ്ലേവറൊക്കെ എണ്ണയിലേക്ക് നന്നായിട്ട് ഇറങ്ങിക്കോളും. പിന്നെ ഒരു 4 ഗ്രാമ്പൂ, 2 ഇഞ്ച് നീളത്തിലുള്ള കറുവപ്പട്ടേന്റെ കഷ്ണം, ഇനി ഒരു 1 ടീസ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളക്. ഇതൊന്ന് എണ്ണ കിടന്നിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒരു 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയാണ്. അതുപോലെ വെളുത്തുള്ളി ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവുള്ള 5 പച്ചമുളക് മുറിച്ചതും കൂടി ഇടുന്നുണ്ട്. പിന്നെ ഒരു കണ്ട് കറിവേപ്പില, ഒരു വലിയ ഉള്ളി നീളത്തിലരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ടൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് നേരം വഴറ്റിയിട്ട് ഉള്ളിൻ്റെ കളറൊന്നും മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ മാത്രം മതി. ഒന്നങ്ങ് വെന്ത് വന്നാൽ മതി. പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവായിരിക്കും സ്റ്റൂവിന് ഉണ്ടാവുക. നമ്മളിതിലേക്ക് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. കളർ മാറിയിട്ടൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് എല്ലുള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. മുഴുവൻ എല്ലില്ലാത്ത കഷ്ണങ്ങൾ ഇടണ്ട. ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചിട്ടാൽ മതി. ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് 600 ഗ്രാം ചിക്കനാണ് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. ഇതൊരു 5 മിനിറ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചത്, ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചതുരത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് കുറച്ച് മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ സ്റ്റൂവിനൊരു മധുരമായിരിക്കും. ഇതിലേക്ക് ഒരു 2 കപ്പ് തേങ്ങയുടെ 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് ചിക്കനും പച്ചക്കറിയൊക്കെ നമുക്കൊന്ന് തേങ്ങാപ്പാലിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടൊരു 20 മിനിറ്റ് നമുക്ക് ചിക്കനൊന്ന് വേവിച്ചെടുക്കാം. 1.5 കപ്പ് ചെറിയ തേങ്ങയിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് അടിച്ചെടുക്കുക. എന്നിട്ട് കൈയോടെ നന്നായിട്ട് പിഴിഞ്ഞ് അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് 3/4 കപ്പ് 1/2 പാൽ കിട്ടും. അതങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് ആ തേങ്ങാപ്പീരിലേക്ക് വീണ്ടും ഒരു 2 കപ്പ് വെള്ളം 1/2 കപ്പ് വീതം ഒഴിച്ച് മിക്സിയിലിട്ടിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ടങ്ങ് പിഴിഞ്ഞെടുത്താൽ മതി. അങ്ങനെ 2 കപ്പ് 2/2 പാലും എടുക്കുക. ആ 2/2 പാലാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നല്ല ഗരം മസാലേൻ്റെ മണമാണ്. അപ്പോൾ ഈ കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് ഗരം മസാലയും തേങ്ങാപ്പാലുമാണ്. നമ്മൾ 2 കപ്പ് തേങ്ങാപ്പാൽ നേരത്തെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 3/4 കപ്പ് 1/2 പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിന് മുൻപായിട്ട് എരിവൊക്കെ പാകണമെന്ന് നോക്കുക. ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റൂവിൻ്റെ കളർ കുറച്ചൊന്ന് കുറയും. ഇതിൻ്റെ ഈ കളർ കൂടെ അങ്ങ് വരൂലേ, അതുകൊണ്ട് കളർ പോകുന്നത് കുഴപ്പമില്ലെങ്കിൽ കുറച്ചും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ പച്ചമുളക് ഈ സമയത്ത് കീറിയിട്ട് കൊടുത്താലും മതി. അതുപോലെ നമ്മൾ ആദ്യം മുഴുവനായിട്ടുള്ള സ്പൈസസ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഗരം മസാലേൻ്റെ ടേസ്റ്റ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വരെയൊക്കെ നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല. ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ചാറിന് നല്ല കൊഴുപ്പാണെങ്കിൽ നമ്മൾ ഇതിലിട്ടിരുന്ന ഉരുളക്കിഴങ്ങില്ലേ, അതൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. മുഴുവനും അടയ്ക്കേണ്ട 3-4 കഷ്ണങ്ങൾ ഉടച്ചു കൊടുത്താൽ മതി. കറി ഇതുപോലെ കാണുമ്പോൾ വെളുത്തിരിക്കുന്നു എന്നുള്ളൂ. നല്ല ടേസ്റ്റാണ്. ഗരം മസാലേൻ്റെയും തേങ്ങാപ്പാലിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റ്. അപ്പത്തിലേക്ക് കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ് ഇത്. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടിയും ഗരം മസാല ഇട്ടിട്ട് ഒന്നങ്ങ് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് 1/2 പാൽ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 കപ്പ് 1/2 പാൽ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊന്ന് ഉള്ളി മൂപ്പിച്ചും കൂടെ ഇടണം. ഒരു പാനിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം.
നെയ്യിൻ്റെ ഫ്ലേവർ ആയിരിക്കും സ്റ്റൂവിന് നന്നായിട്ട് വരിക വെളിച്ചെണ്ണേനേക്കാളും. നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി. ഉള്ളി മൂപ്പിച്ചിടുന്നതിന് മുമ്പായിട്ട് വേണമെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. ഇതൊരു 8 കശുവണ്ടി ഉണ്ട്. ഇതൊരു പകുതി മൂപ്പായി കഴിയുമ്പോൾ നമുക്കൊരു 1 ടേബിൾ സ്പൂൺ മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. മുന്തിരിയൊക്കെ നന്നായിട്ട് വേർത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് നെയ്യിന് കോരിയിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള നെയ്യിലേക്ക് 5 ചെറുള്ളി കൂടെ ചേർക്കാം. ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെയാണ് സ്റ്റോവിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 പച്ചക്കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതങ്ങ് അടച്ചു വെക്കാം. ഇതിന്റെ രുചിയും മണമൊക്കെ സ്റ്റൂവിലേക്ക് പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കിയിട്ട് ഇളക്കിയിട്ട് ഉപയോഗിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് ഇളക്കി കൊടുക്കാം. നല്ലൊരു ചിക്കൻ സ്റ്റൂ ആണിത്. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ എഴുതണം. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. കൂടെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇല്ലേ, അതും കൂടി ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.